സർക്കാർ ജീവനക്കാരെ അവഹേളിച്ച ബജറ്റാണിതെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയായ NGO അസോസിയേഷൻ. പുതിയ പെൻഷൻ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഒരു ധാരണയുമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മിക്കാണിതെന്നും ചവറ ജയകുമാർ ആരോപിച്ചു. സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്. എന്നാൽ വളരെയധികം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ്. അതിൽ ₹1 പോലും ജീവനക്കാരുടെ തടഞ്ഞു വെച്ചിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായി തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ആനുകൂല്യം നൽകുന്നതിന് മരവിപ്പിച്ച ആനുകൂല്യം നൽകും ₹1 പോലും നീക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ചില ഗിമ്മിക്സ് ആണ് ഇവിടെ കാണുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് 4 വർഷമായി പിടിച്ചു വച്ചിരിക്കുന്ന സറണ്ടർ, അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ് 2016 പറഞ്ഞു പ്രകടന പത്രികയിൽ, 2021 പ്രകടന പത്രികയിൽ അവർ പറഞ്ഞു LDF. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അത് റീകളക്ട് ചെയ്ത് അത് വീണ്ടും കൊണ്ടുവരികയാണ്. അത് സർക്കാർ ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണ്.